അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാന്റെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ തകരുമ്പോൾ ആഗോള ഊർജ വിപണിയെ സുരക്ഷയെ നിശ്ചലമാക്കാൻ യമനിലെ ഹൂത്തി വിമതരെ ഇറാൻ രംഗത്തിറക്കിയിരിക്കുകയാണ്. അമേരിക്ക ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാൽ ചെങ്കടലിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ബാബ അൽ മന്ദബ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടാൻ ഇറാൻ ഹൂത്തികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ ഹൂത്തികൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ അഗ്നിഗോളമായിട്ട് പതിച്ചിരിക്കുകയാണ്. ഇത് ലോകത്തിന് വലിയ വെല്ലുവിളിയാകുമെന്നതിൽ യാതൊരു സംശയമില്ല. നിലവിൽ ഹോർമുസ് അടച്ചിട്ടിരിക്കുന്നു. ഇനി ബാബൽ മന്ദബ് എന്ന് പറയുന്ന കടലിടുക്ക് കൂടി അടച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ ലോകത്തെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. വലിയ പ്രതിസന്ധിയാകും. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഊർജ വിപണിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യൻ വീണ്ടും ഒരു യുദ്ധഭീതി ഉയർത്തിക്കൊണ്ട് കാര്യങ്ങൾ പോകുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഇനി ഈ ലോകം നേരിടാൻ പോകുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരും ഈ നിയമ വിദഗ്ധരും എല്ലാവരും കൂടി പറയുന്ന ഒരു കാര്യം. കാരണം ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ലോകം നേരിടും എന്നുള്ളത്. അന്താരാഷ്ട്ര എണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയും ചെങ്കടലിലേക്കുള്ള കവാടവുമായിട്ടുള്ള ഈ ബാബ് അൽ മന്ദബ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിടാൻ ഇറാൻ ശക്തമായിട്ടുള്ള നീക്കം ആരംഭിച്ചതോടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് മറ്റു പല രാജ്യങ്ങളും കൂടി കടന്നിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയോടെ യമനിൽ പ്രവർത്തിക്കുന്ന ഈ ഹൂത്തി വിമതരെ മുൻനിർത്തിയാണ് ഈ കപ്പൽ ഗതാഗതം സ്തംഭിപ്പിക്കാനുള്ള ഈ തന്ത്രപരമായിട്ടുള്ള നീക്കം നടന്നിരിക്കുന്നത്. ലോകത്തെ എണ്ണവാതക വിതരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ ഒരു കടലിടുക്ക് ഉപരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക തകർച്ചയുണ്ടാകും. അതിൽ യാതൊരു സംശയമില്ല, അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ സൗദി അറേബ്യ യമന് നേരെ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ പാത പൂർണ്ണമായിട്ടും അടയ്ക്കുമെന്നാണ് ഹൂത്തികൾ നൽകിയിരിക്കുന്ന കടുത്ത മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇറാൻ അമേരിക്കയുടെ യുദ്ധം ഇപ്പോൾ കനക്കുകയാണ്. അതിനിടയിലാണ് ഹൂത്തികൾ ഇപ്പോൾ സൗദി അറേബ്യയോട് ഒരു കാര്യം പറയുന്നത്. അതായത് സൗദി അറേബ്യ യമന് നേരെ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഹോർമുസിന് പിന്നാലെ ഈ ബാബൽ മന്ദബ് കടലിടുക്കും തങ്ങൾ പൂട്ടുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ആഗോള എണ്ണ വിപണിയുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെ മാത്രം പ്രതിദിനം 2.1 കോടി ബാരൽ ക്രൂഡ് ഓയിലാണ് ലോക വിപണിയിലേക്ക് എത്തുന്നത്. ഇതിന് സമാന്തരമായിട്ട് ഇറാൻ ഹൂത്തികൾ ഉപരോധിക്കാൻ ശ്രമിക്കുന്ന ബാബ് അൽ മന്ദബ് എന്ന് പറയുന്ന കടലിടുക്ക് യമനെയും ജിബൂട്ടിയെയും വേർതിരിക്കുന്ന വെറും 18 മൈൽ മാത്രം വീതിയുള്ള അതീവ ഇടുങ്ങിയ പാതയാണ്. ഇതിന്റെ ഏറ്റവും ഇടുങ്ങിയ ചില ഭാഗങ്ങളിൽ വീതി 29 കിലോമീറ്റർ മാത്രമായതിനാൽ കടൽ മൈനുകൾ സ്ഥാപിക്കാനും കപ്പലുകളെ തടയാനും ഹൂത്തികൾക്ക് വളരെ എളുപ്പമാണെന്ന് സൈനിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ചെങ്കടലിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിട്ടുള്ള ഈ ഒരു കടലിടുക്ക്, അതായത് ഈ മന്ദബ് കടലിടുക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇറാന്റെ നിർദ്ദേശപ്രകാരം ഹൂത്തികൾ നീക്കം തുടങ്ങിയതോടെ അവിടെ സൈനികപരമായിട്ടുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ അവിടെ അത് പൂട്ടുന്ന നീക്കങ്ങളിലേക്കും ഹൂത്തികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യമനിൽ എപ്പോൾ ഈ ആക്രമണങ്ങൾ ഈ സൗദി അറേബ്യ നിർത്തുന്നോ അതുവരെ ഞങ്ങൾ അവിടെ ആക്രമണം തുടരുകയും ഈ ഒരു കടലിടുക്ക് പൂട്ടുകയും ചെയ്യുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. ഈ സൗദി തങ്ങളുടെ ആക്രമണം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര കപ്പൽ ചാനൽ ഉപരോധിക്കുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. ഈ ആഗോള എണ്ണവാതക വിതരണ ശൃംഖലയുടെ ജീവനാഡിയായിട്ടാണ് ഈ മന്ദബ് കടലിടുക്ക്, ഈ ബാബൽ അൽ മന്ദബ് കടലിടുക്ക് അറിയപ്പെടുന്നത്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഈ ഇടുങ്ങിയ പാതയിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഒഴുകുന്നത്. ദശലക്ഷക്കണക്കിന് എണ്ണ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അടയ്ക്കുകയോ ഭാഗികമായിട്ടും അടയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളമായിരിക്കും അതിന്റെ പ്രതിസന്ധി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അറബിക്കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു തന്ത്രപ്രധാന മേഖല അടയ്ക്കപ്പെട്ടാൽ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കുമുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിക്കും. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. യമൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ കടലിടുക്കിൽ ഹൂത്തികൾ ശക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ട്. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഏത് കപ്പലിനെയും ലക്ഷ്യം വെക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഹൂത്തികൾ ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ആ ചരിത്രം ഹൂത്തികൾക്കുണ്ട്. യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി അറേബ്യ ഇടപെടുന്നതിനെതിരെ ഇറാൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഹൂത്തികളെ ആയുധമാക്കി സൗദിക്ക് മേൽ കടുത്ത സാമ്പത്തിക സൈനിക സമ്മർദ്ദം ചെലുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഈ ഹൂത്തികളുടെ പുതിയ ഭീഷണിയോടെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന
ചരക്ക് കപ്പലുകൾക്ക് അന്താരാഷ്ട്ര നാവിക സേനകൾ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിൽ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം ശക്തമായി. ബാബൽ അൽ മന്ദബ് പാത തടസ്സപ്പെട്ടാൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റി നീണ്ട ഒരു ദൂരം സഞ്ചരിക്കേണ്ടി വരും. അത് സാമ്പത്തികപരമായിട്ടും സമയപരമായിട്ടും അവർക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും. മാത്രമല്ല ചരക്കുകൂലി വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ വൻ വിലക്കയറ്റത്തിന് വഴിതുറക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ ഇടപെടാൻ ഐക്യരാഷ്ട്രസഭയും മറ്റ് വൻ ശക്തി രാജ്യങ്ങളും അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ യമനിലെ ആക്രമണം നിർത്താൻ ഈ സൗദിയോ പാത തുറന്നിടാൻ ഹൂത്തികളോ തയ്യാറാകാത്തത് പ്രതിസന്ധി സങ്കീർണമാക്കുകയും ചെയ്യും. ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ബാബ് അൽ മന്ദബ് കൂടി ഇറാൻ അനുകൂല ശക്തികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യയിലെ ഒരു സൈനിക സമവാക്യങ്ങളെ ആകെ മാറ്റി എഴുതും. കാരണം നിലവിൽ ഈ പറയുന്നത് പോലെ തന്നെ ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ലോകത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ വരുന്ന ഒരു കടൽപാതയാണ് ഈ പറയുന്ന മന്ദബ് കടൽപാത എന്ന് പറയുന്നത്. അതായത് ചെങ്കടൽ. ഈ ചെങ്കടൽ വഴി ദശലക്ഷക്കണക്കിനാണ് ഒരു ദിവസം എണ്ണ ഒഴുകി പോകുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്നത്. ആ എണ്ണ അത്രയും കടന്നു പോകുന്ന ആ ഒരു കടലിടുക്ക് ഭാഗികമായിട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടോ അടയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോർമുസ് അടച്ചതിനെക്കാട്ടി വലിയ പ്രതിസന്ധി ആയിരിക്കും ഈ ലോകം നേരിടാൻ പോകുന്നത്. സൗദി അറേബ്യയും യമനിലെ ഹൂത്തികളും തമ്മിലുള്ള പ്രാദേശിക തർക്കം ഇപ്പോൾ ഒരു ആഗോള സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നു. ഇറാനിലേക്ക് അത്യുഗ്രൻ ആക്രമണം US നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഹൂത്തികളോട് ഇറാൻ പറഞ്ഞിരിക്കുകയാണ് ആ കടലിടുക്ക് അടയ്ക്കൂ എന്നുള്ളത്. കാരണം വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ നൽകണം. സൗദി അവിടെ പെടും, മറ്റ് രാജ്യങ്ങൾ അവിടെ പെടും എന്നുള്ള കാര്യം ഇറാന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇറാൻ ഹൂത്തികളോട് പറയുമ്പോൾ ഹൂത്തികൾ അത് അടയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾ നേരെ അമേരിക്ക അടുത്തേക്ക് വരും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ യമനിലേക്ക് ഉള്ള ആക്രമണം നിർത്താനും കൂടി സമ്മർദ്ദം ഈ പറയുന്ന സൗദി അറേബ്യയ്ക്കും വരും. ഇറാന്റെ പരോക്ഷ പിന്തുണയോടെയുള്ള ഹൂത്തികളുടെ നീക്കം വൻ ശക്തി രാജ്യങ്ങളെ പോലും പ്രതിരോധത്തിലാക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കായിട്ട് ഒമാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ട് എങ്കിലും യുദ്ധമുഖത്ത് നിന്ന് ഇരുവിഭാഗവും പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇനി വരും മണിക്കൂറുകളിൽ സൗദി സൈന്യത്തിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു പാതയുടെ ഭാവി എന്ന് പറയുന്നത്. ബാബൽ മന്ദബ് കടലിടുക്കിലെ നേരിയ ഒരു തടസ്സം പോലും ലോകമെമ്പാടുമുള്ള വിപണികളെ ബാധിക്കുമെന്നതിൽ അതീവ ജാഗ്രതയോടെയാണ് ലോകം ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് അതുവഴി ഒരു ദിവസം കടന്നു പോകുന്നത് എങ്കിൽ ആ ഒരു ദിവസത്തിന്റെ പകുതി ദിവസം അത് അടയ്ക്കപ്പെടുക ചെയ്യുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ലോകം നേരിടും. അതായത് ലോകം ഇരുട്ടിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഒരു ആഗോള യുദ്ധമായിട്ട് മാറുകയാണ്. പ്രാദേശിക യുദ്ധം എന്നൊരു കാര്യം തന്നെ മാറി. ഈ യുദ്ധത്തിൽ റഷ്യ ചേരുന്നു, മറുവശത്ത് റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും യുദ്ധം നടത്തുന്നു. യമനിലെ ഹൂത്തികൾക്ക് നേരെ സൗദി അറേബ്യ യുദ്ധം നടത്തുന്നു. ഈ യുദ്ധത്തിനെതിരെ ഇപ്പോൾ ഹൂത്തികൾ രംഗത്ത് വരുന്നു. അങ്ങനെ വലിയ ഒരു ആഗോള രാഷ്ട്രീയ യുദ്ധമായിട്ട് ഇത് മാറുകയാണ്. ഇനി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷം ആരംഭിക്കുന്നത് ഫെബ്രുവരി 28 മുതലാണ്. ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ആ പ്രതിസന്ധി മറികടക്കാൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ട് ആശ്രയിച്ച ബദൽ മാർഗമായിരുന്നു ഈ ചെങ്കടലിനെ ബന്ധിപ്പിക്കുന്ന ബാബ് അൽ മന്ദബ് എന്ന് പറയുന്ന കടലിടുക്ക്. സൗദി തങ്ങളുടെ പ്രത്യേക പൈപ്പ് ലൈൻ വഴി ഓയിലും ഗ്യാസും ചെങ്കടലിലെ യാൻബൂ തുറമുഖത്ത് എത്തിക്കുകയും അവിടെ നിന്ന് ഈ ബാബ് അൽ മന്ദബ് വഴി യൂറോപ്പിലേക്ക് വിതരണം ചെയ്യുകയുമായിരുന്നു പതിവ്. സൗദി തങ്ങളുടെ ഊർജ്ജ കയറ്റുമതിയുടെ 70% ഇത്തരത്തിലാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ പ്രശ്നം വരാൻ പോകുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് US പടക്കപ്പലുകളുടെയും ഡ്രോണുകളുടെയും ശക്തമായിട്ടുള്ള സുരക്ഷാ വലയം ഉണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇത് വാഗ്ദാനങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇത് പാഴ്വാക്കാണെന്നാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ വിലയിരുത്തുന്നത്. കാരണം ഈ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഈ ഹോർമുസ് കടലിടുക്കും ഈ ബാബൽ അൽ മന്ദബ് കടലിടുക്കും അടയ്ക്കുന്നതിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ആയിരിക്കും ഈ ഒരു പാത അടച്ചിടുക എന്ന് പറയുന്നത്. ഈ പ്രതിസന്ധിക്ക് ശേഷം 3ഓളം കപ്പലുകളെ ഇറാൻ നേരിട്ട് ആക്രമിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകളെ വിശ്വസിക്കാൻ വൻകിട കപ്പൽ കമ്പനികൾ തയ്യാറാകാത്തതും ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. ഇനി തങ്ങൾക്ക് തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് പ്രഖ്യാപിച്ച പ്രമുഖ ആഗോള
ഷിപ്പിംഗ് ഭീമൻ ഈ ഒരു പാതയിൽ നിന്ന് കപ്പലുകൾ പൂർണ്ണമായിട്ട് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വശത്ത് കപ്പലുകൾ പോകുന്നില്ല, കപ്പൽ കമ്പനികൾ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു. മറുവശത്ത് ഈ പാതകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചെങ്കടൽ പാത അടയ്ക്കാൻ വേണ്ടിയിട്ട് ഹൂത്തികൾ രംഗത്ത് വരുന്നു. നിലവിൽ ഹോർമുസ് അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് ഈ യുദ്ധം മാറുകയാണ്. അതായത് ഒരു സൈനികപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നതിലുപരി ഈ ലോകത്തെ മൊത്തത്തിൽ പ്രതിപാദിക്കുന്ന രീതിയിലേക്ക്, ഈ പാതകൾ അടയ്ക്കുന്ന രീതിയിലേക്കുള്ള നിർണായക നീക്കങ്ങൾ ഇറാനും ഹൂത്തികളും കൈക്കൊള്ളാൻ പോവുകയാണ്. ഈ അസാധാരണമായിട്ടുള്ള പ്രതിസന്ധിയെ പൂർണ്ണമായിട്ടും മറികടക്കുന്നതിനായിട്ട് എന്താണ് ചെയ്യുന്നത് ഇനി എന്നതാണ് ലോകം കാത്തിരിക്കുന്നത്. കാരണം സൗദി അറേബ്യ എന്ത് ആയിരിക്കും ഇതിലെ നിലപാടെടുക്കുക, അല്ലെങ്കിൽ US എന്ത് നിലപാടെടുക്കും എന്നതൊക്കെയാണ് ഈ ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പുതിയൊരു ബദൽ പാതയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര എണ്ണക്കടത്തിനായിട്ട് ഫുജറൈൻ വൻതോതിലുള്ള വികസന പദ്ധതികളാണ് UAE ഒരുക്കുന്നത്. ഫുജറയിലെ തുറമുഖവും കണ്ടെയ്നർ ടെർമിനലുകളും വികസിപ്പിക്കുന്നതിനുള്ള അന്തിമ ചർച്ചകൾ ദുബായിൽ പുരോഗമിക്കുകയാണ്. UAEയുടെ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള പുതിയ നീക്കം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കായിരിക്കും എന്നത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയൊക്കെ ഈ ഹോർമുസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യങ്ങളാണ്. കാരണം എണ്ണ വരണം, അതുവഴി നമ്മുടെ വാതകം വരണം, വാണിജ്യ വാതകമൊക്കെ ഇല്ലാതെ വലിയ പ്രതിസന്ധി നമ്മൾ നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ. കാലഘട്ടമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ഒരു പ്രതിസന്ധി നേരിട്ടതാണ്. അപ്പൊ ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഇപ്പോൾ ഈ UAEയുടെ ഈ ഒരു നീക്കം, അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് നമുക്കൊക്കെ വലിയ ആശ്വാസം നൽകും. എങ്കിലും ഈ ലോക ഊർജ്ജ വിതരണത്തിന്റെ 7% മൊത്തം ആഗോള വ്യാപാരത്തിന്റെ 12% ചെങ്കടൽ വഴിയാണ് നടക്കുന്നത്. അത് അടച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഹൂത്തികൾ ഈ പാത തടസ്സപ്പെടുത്തിയാൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി സഞ്ചരിക്കേണ്ടി വരികയും ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. അതിന് ബദലായിട്ടാണ് UAE ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ UAE ചെയ്യുന്നതനുസരിച്ച് സമയം നമുക്ക് അവിടെ നോക്കേണ്ടതുണ്ട്. കാരണം UAE അത് ചെയ്തു വരുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സമയം കുറച്ചുകൂടി കൂടിയേക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ കിട്ടാതാവും എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തുമ്പോൾ സൈനിക ഏറ്റുമുട്ടലും ഈ മിസൈൽ ആക്രമണങ്ങൾക്കും അപ്പുറം ഇറാൻ ഒരു ആയുധമാക്കുന്നത് ഹൂത്തികളുടെ ഈ ഒരു ചെങ്കടലിനെയും ഹോർമുസിനെയുമാണ്. ഇത് പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. സാമ്പത്തികപരമായിട്ടും പ്രതിസന്ധി നേരിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ എന്ന് പറയുന്നത് ലോകത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഉള്ളവരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.